തിരുവനന്തപുരം നഗരത്തിലെ സമരങ്ങൾക്ക് ഡൽഹി മാതൃകയിൽ പ്രത്യേക കേന്ദ്രം വേണമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. നഗരമധ്യത്തിലെ സമരങ്ങൾ ഒഴിവാക്കണം. തിരുവനന്തപുരം നഗരസഭ കൗൺസിലർമാർക്ക് ഒരുക്കിയ വിരുന്നിലാണ് ഗവർണർ ഈ അഭിപ്രായം പങ്കുവച്ചത്. വി അരുൺ ചേരുന്നുണ്ട്. അരുണ്, തിരുവനന്തപുരം നമുക്കറിയാം നഗര കേന്ദ്രീകൃതമായ സ്ഥലത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിലൊക്കെ നിരവധി സമര കോലാഹലങ്ങൾ എല്ലാ ദിവസവും കാണാറുണ്ട്. ഗതാഗത തടസ്സവും മറ്റുമൊക്കെ ഉണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. എന്തായിരുന്നു കൗൺസിലർമാരുടെ അല്ലെങ്കിൽ മേയറുടെ പ്രതികരണം? ഗവർണർ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ മൂന്ന് പാർട്ടികളിലെ പ്രധാനപ്പെട്ട പാർട്ടികളിലെ നേതാക്കൾക്ക് സംസാരിക്കാൻ അവസരമൊരുക്കി. ആദ്യം മേയറും പിന്നീട് CPM-ന്റെ കക്ഷി നേതാവ് SP ദീപക്കും കോൺഗ്രസിൽ നിന്ന് ശബരിനാഥനും ഒക്കെ സംസാരിച്ചു. അതിനുശേഷം ഗവർണർ പല നിർദ്ദേശങ്ങൾ അവർ മുന്നോട്ട് വച്ചിരുന്നു. പക്ഷേ അതിന്റെ ഒരു കൺക്ലൂഷനിൽ ഗവർണർ സംസാരിക്കുമ്പോഴാണ് നഗര മധ്യത്തിലെ സമരങ്ങൾ ഒഴിവാക്കിക്കൂടെ എന്നൊരു നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വച്ചത്. ഡൽഹിയിൽ സമരങ്ങൾക്ക് ഒരു പ്രത്യേക കേന്ദ്രമുണ്ട്. ആ മാതൃകയിൽ തലസ്ഥാനത്തും സമരങ്ങൾക്ക് ഒരു പ്രത്യേക കേന്ദ്രം പോലെ ഉണ്ടായിക്കൂടെ എന്ന ചോദ്യമാണ് ഗവർണർ ഒരു തീരുമാനമായോ അല്ലെങ്കിൽ കർശനമായി നടപ്പാക്കണമെന്ന ആവശ്യമോ അല്ല ഗവർണർ മുന്നോട്ട് വച്ചത്. പക്ഷെ അത്ര നിർദ്ദേശമാണ് അദ്ദേഹം മുന്നോട്ട് വച്ചത്. അദ്ദേഹം അതിന് ഒരു തെളിവ് കാരണമായി പറഞ്ഞത് ഒരു തവണ രാജ്ഭവനിലേക്ക് ഒരു അതിഥി വന്നു. പക്ഷേ വലിയ സമരങ്ങൾ കാരണം അതിഥിക്ക് സമയത്ത് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. പിൻവാതിലൂടെ കയറി വരേണ്ട സാഹചര്യം ഉണ്ടായി. ഇത്തരം സമരങ്ങൾ പൊതുജനങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. അതിന് ഒരു പരിഹാരം വേണമെന്ന നിർദ്ദേശമാണ് ഗവർണർ മുന്നോട്ട് വച്ചത്. രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളുടെ പ്രതികരണം ആ വിഷയത്തിൽ ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അവർ ഇന്ന് സംസാരിക്കുമ്പോൾ പ്രതികരിക്കാനുള്ള അവസരം അവർക്ക് ലഭിച്ചിട്ടില്ല. മറ്റു പല കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിൽ നിന്ന് സഹായം നേടിയെടുക്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഗവർണറുടെ പിന്തുണ CPM-നോട് സംസാരിച്ച SP ദീപക് അഭ്യർത്ഥിച്ചു. മറ്റു നേതാക്കളും അത്തരം ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം ഗവർണറുടെ ഭാഗത്തുണ്ടായത് ഈ സമരങ്ങളുമായി ബന്ധപ്പെട്ടാണ്. കേന്ദ്ര സഹായങ്ങൾക്ക് അപ്പുറത്തേക്ക് കാര്യമായ പ്രോജക്റ്റുകളുമായി മുന്നോട്ട് വന്നാൽ അതിന് CSR ഫണ്ട് ലഭ്യമാക്കുന്നതിനുൾപ്പെടെ താൻ സഹായിക്കാമെന്നൊരു വാഗ്ദാനവും കൗൺസിലർമാർക്ക് ഗവർണർ നൽകി. ഒപ്പം ഒരു നിർദ്ദേശം നൽകിയത് എല്ലാ വർഷവും കൗൺസിലർമാർ അവരുടെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കണം. അങ്ങനെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയും ചെയ്താൽ നിങ്ങളെ തന്നെ വീണ്ടും ജനങ്ങൾ തെരഞ്ഞെടുത്ത് അയക്കും എന്ന ഒരു ഉപദേശം കൂടി ഗവർണർ നൽകിയിട്ടുണ്ട്. കൗൺസിലർമാർക്കുള്ള വിരുന്നിലാണ് ഗവർണർ ഇത്തരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചത്. ലോക് ഭവനിലായിരുന്നു ചടങ്ങുകൾ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.